പ്ലസ് ടു കഴിഞ്ഞ ധാരാളം കുട്ടികൾ നേരിട്ട് ജർമ്മനിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. എന്തോ ഹൗസ് ബിൽഡിങ്ങോ അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞിട്ട്. എന്താണ് ശരിക്കും ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ? യെസ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് കുറേ ഉണ്ട്. അപ്പം ഉം. അതിലത്തെ ഒരു ഓപ്ഷനാണ് സാറ് സംസാരിച്ചത്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു 3 വർഷമാണ് നമ്മളുടെ പഠന കാലാവധി. ഒരു പഠിക്കാനുള്ള കോഴ്സ് തന്നെയാണ്. ഉം. ഇതൊരു വേണമെങ്കിൽ നമുക്ക് നേഴ്സിംഗ് ഡിപ്ലോമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പം ഈ കോഴ്സ് പഠിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ നമുക്ക് കോളേജിൽ ഫീസ് ഒന്നും കൊടുക്കണ്ട. ഉം. ഉം, നമുക്ക് 1,20,000 രൂപ എല്ലാ മാസവും സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും. ഓ, ഓക്കെ. അപ്പം വളരെ അട്രാക്റ്റീവ് ആണ്. ഉം. ഈ പറഞ്ഞ പോലെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഒരു 17-18 വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾ ജർമ്മനിക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുമ്പോൾ ഉം. അവിടെ നിന്ന് ആദ്യത്തെ മാസം മുതൽ തന്നെ 1,20,000 രൂപ വെച്ച് നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ. ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് കുട്ടികൾക്ക് കിട്ടാനുള്ളത്. ഉം. അപ്പോൾ ധാരാളം കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിലത്തെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ഇത് ജർമ്മൻ ടോട്ടല് മാത്രമേ നടക്കുള്ളൂ. ഒബിയസ്ലി നഴ്സിംഗ് ഓക്കെ. കോഴ്സാണ്. ക്ലിനിക്കൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ജർമ്മനിയിൽ ഉം. ജർമ്മൻ ലാംഗ്വേജിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉം. ഈ കോഴ്സ് നമുക്ക് ജർമ്മനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം B2 ലെവല് ലാംഗ്വേജ് പ്രിഫറൻസി വേണം. ഉം. A1 A2 B1 B2 അത്യാവശ്യം ടഫാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞ് കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. ഉം. ഈ പറഞ്ഞ പലരും 2 മാസം 3 മാസം കൊണ്ടൊക്കെ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു 2 മാസം 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഏകദേശം ഒരു ഓക്കെ. 10 മാസത്തോളം നമ്മൾ സമയം മനസ്സിൽ വിചാരിക്കണം. എന്നാൽ തന്നെയാണ് നമുക്ക് B2 ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഉം. B2 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ B2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജർമ്മനിയിൽ ധാരാളം കോഴ്സുകൾ ഉണ്ട് അതിൽ. എങ്കിലും കൂടുതൽ റിക്വയർമെന്റ് എപ്പോഴും വരുന്നത് നഴ്സിംഗിന് തന്നെയാണ് വരുന്നത്. ഉം. ഇതുകൂടാതെ ഈ പറഞ്ഞ ലാബ് ടെക്നീഷ്യൻസിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഉം. ഏകദേശം 64ഓളം സ്ട്രീമുകളിൽ ഹൗസ് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. ഉം. പക്ഷെ ഇതിനൊക്കെ എന്താ പ്രശ്നം വെച്ചെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പകുതി നേരം പഠനവും പകുതി നേരം വർക്കുമാണ്. അതായത് ഇവരെന്താണോ പഠിക്കുന്നത് അതിന്റെ പ്രാക്ടിക്കൽ പോലെയാണ്. ഉം. അപ്പൊ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇവർക്ക് ബേസിക്കലി പേയ്മെന്റ് കിട്ടുന്നത്. ഈ കോളേജിന് ഫീസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ കോളേജിന് പൈസ തരാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഉം. ഈ വരുന്ന ഇവര് എംപ്ലോയേഴ്സ് ഉണ്ടായിരിക്കും. മിക്കവാറും നഴ്സിംഗിന്റെ കേസാണ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഉം. ഈ ഹോസ്പിറ്റൽസ് ആണ് ഇവർ ഈ സർവീസിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. ഉം. അപ്പൊ ആ ഒരു പൈസ കമ്മിറ്റഡ് ആണ്. അത് അവര് കൊടുക്കാം അടുത്ത മാസം തരാന്നുള്ളതല്ല. ഉം. ഇവര് പോകുന്നതിന് മുമ്പ് തന്നെ ഇവര് അഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ടിട്ടാണ് പോകുന്നത്. ഉം. ഇവർക്ക് ബേസിക്കലി ഒരു 1000 മുതൽ 1,200 യൂറോ വരെ പെർ മന്ത് സാലറിയിലാണ് ഇവര്, സാലറി എന്ന് പറയാൻ പാടില്ല, സ്റ്റൈപ്പൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, സ്റ്റൈപ്പൻഡിലാണ് അവർ പഠിക്കാൻ പോകുന്നത്. സോ ദേ ആർ കമ്മിറ്റഡ് ടു പേ ദിസ് എമൗണ്ട്. ഉം. അപ്പം ഇതേപോലെ പേയ്മെന്റ് കൊടുക്കാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിനും കിട്ടണം. ഉം. അപ്പൊ അത് മറ്റുള്ള ഏരിയകൾ അത്രമാത്രം വരാറില്ല. ഈ ഓക്കെ. ലാബ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അസിസ്റ്റൻസ്, ഇങ്ങനത്തെ കുറെ പ്രൊഫഷൻസ് ഉണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ധാരാളം എംപ്ലോയേഴ്സ് വരാത്തത് കൊണ്ട് തന്നെ ഉം. നമുക്ക് സാലറി കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് റിക്വയർമെന്റ് ഉണ്ടായിരിക്കത്തില്ല. ഉം. നഴ്സിംഗിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും റിക്വയർമെന്റ് ഉണ്ട്. എപ്പോഴും ജർമ്മനിൽ നഴ്സസ് ഷോർട്ടാണ്. അപ്പം ഡിപ്ലോമ നഴ്സുമാരാണെങ്കിൽ കൂടി അവർക്കും ധാരാളമായിട്ട് റിക്വയർമെന്റ് വരാറുണ്ട്. അപ്പൊ ഓക്കെ. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതില് B2 പഠിക്കാനുള്ള ഒരു എക്സ്പെൻസ് എടുക്കുക എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ ആ ഒരു ടൈമിന്റെ ഒരു ഒരു സമയമുണ്ടല്ലോ, ഒരു ഉം. ഒരു 9 മാസം 10 മാസം സമയം. ആ സമയം കൊണ്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ എത്രയും പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്യാം. ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ പ്രോസസ് ഒക്കെ സിമ്പിൾ ആണ് ജർമ്മനിയിലത്തെ കേസിൽ. ഓക്കെ. അപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കാൻ ഒരു കുറച്ച് മെനക്കെടാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ MBBS-നും അല്ലെങ്കിൽ എൻട്രൻസിനൊക്കെ കോച്ചിങ്ങിന് പോകുമ്പം അറിയാമല്ലോ, പുലർച്ചെ 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്നു, വൈകിട്ട് ലേറ്റ് ആയിട്ട് എടുക്കുന്നു. ഉം. അതേപോലത്തെ ഒരു എഫേർട്ട് നമ്മൾ ഇതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും, B2 ലെവലിൽ ക്ലിയർ ചെയ്യാനും പറ്റും. പക്ഷെ നമ്മൾ കുറെ സിനിമ കാണണം, കുറെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോകണം, അങ്ങനെ പലവിധ ആക്ടിവിറ്റീസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 8 മാസം 9 മാസം എന്നുള്ളത് അത് 1 വർഷവും 2 വർഷവും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. അങ്ങനെയല്ല, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് ജർമ്മനി പോകാനും അവിടെ പോയിട്ട് പാരന്റ്സിനെ പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യങ്ങളില്ല. മറിച്ച് പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഒരു 17 വയസ്സായ കുട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ പറയുന്ന ഹൗസ് ബിൽഡിങ്ങിന്റെ ഒരു ഓപ്ഷൻ. ഓക്കെ. ഇവർക്ക് ഡിപ്ലോമ നേഴ്സ് ആയിട്ടാണ് അവിടെ പോകുന്നെങ്കിൽ കൂടി അവർക്കൊരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം അവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പോസ്റ്റ് BSc എന്നുള്ള പോലെ തന്നെ ഒരു എക്സാമും കൂടി അവിടെ എഴുതി കഴിഞ്ഞിട്ട് അത് പാസ്സാവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ BSc നേഴ്സിന് ഈക്വലന്റ് ആയിട്ടുള്ള ജോലിയിലും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കായി, നാട്ടിലേക്ക് പൈസ അയക്കാനും പറ്റുന്നുണ്ട്. പ്ലസ് ഇവർക്ക് ക്വാളിഫിക്കേഷൻ BSc നേഴ്സിംഗിന് ഈക്വലന്റ് ആയിട്ട് ഒരു 2 വർഷം കൊണ്ട് അവർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഓക്കെ. അതിലേക്ക് ഈ ഒരു B2 ലെവൽ പഠിച്ചെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ
നമ്മൾ പറയുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കുട്ടികൾക്കുള്ളത്. ഇതിൽ ഞാൻ കണ്ടുവരുന്ന ഒരു ചെറിയ പ്രശ്നം വെച്ചെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ. അതായത് പ്ലസ് ടു അധികം മാർക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്ട്രീം ചേഞ്ച് പോസിബിൾ ആണ് കേട്ടോ. ഇതിൽ മറ്റേ സയൻസ് വെച്ച് കുട്ടി തന്നെ ആവണമെന്നില്ല. കോമേഴ്സ് ആണ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും എന്ത് സ്ട്രീം ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഹൗസ് ബിൽഡിങ്ങിന് അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന്റെ ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞിട്ട് 1 വർഷം 2 വർഷവും കഴിഞ്ഞ് കംപ്ലീറ്റ് ആവാതെ പലരും പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോകുന്നു. പിന്നെ ഈ പറഞ്ഞ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതും വളരെ ചീപ്പല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ഒരു സെഷനൊക്കെ A1 അല്ലെങ്കിൽ A2 സെഷനൊക്കെ ചെയ്യണമെങ്കിൽ ഒരു നിയർലി ഒരു 15,000 ഒക്കെ നമുക്ക് കോഴ്സിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓരോ മാസവും ഏകദേശം ഇത്രയും പൈസ ഓരോ മാസം വേണ്ടി വരില്ല, ഓരോ മോഡൽസ് ക്ലിയർ ആയിട്ട് ഇത്രയും പൈസ ചെലവാക്കേണ്ടി വരും. അപ്പോൾ എക്സാമിന് വേറെ ഫീസും ഉണ്ട്. ഏകദേശം ഒരു 4 മോഡ്യൂൾസ് ആണ് ഉണ്ടാവുക. നമ്മുടെ IELTS എക്സാം പോലെ തന്നെ 4 മോഡ്യൂൾസ് ഉണ്ടാവുക. ഓരോ മോഡ്യൂൾസിന് ഏകദേശം 5,000 വെച്ചിട്ട് എക്സാമിന്റെ ഫീസ് ഉണ്ടായിരിക്കും. പക്ഷേ കുട്ടികൾ സാധാരണ നിലയ്ക്ക് എല്ലാ എക്സാമും ക്ലിയർ ചെയ്യാറില്ല കേട്ടോ. അത് പറഞ്ഞ പോലെ A1 A2 B1 ഒന്നും എക്സാം എഴുതാറില്ല. അവര് നമ്മളുടെ കോച്ചിങ് സെന്റേഴ്സിൽ തന്നെ വന്നിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവസാനം B2 മാത്രമേ ആക്ച്വലി എക്സാമിന്റെ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷെ കോച്ചിങ്ങിന്റെ പൈസ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ 1 വർഷം 2 വർഷമൊക്കെ ഇതിന് പിന്നാലെ പോയിട്ടും കോച്ചിങ് കംപ്ലീറ്റ് ആയില്ല അല്ലെങ്കിൽ എക്സാം നമുക്ക് ത്രൂ ആവാൻ പറ്റുന്നെങ്കിൽ അത്രയും പൈസ നമുക്ക് നഷ്ടം കൂടി ആവുന്നുണ്ട്. നമ്മൾ ഈ കോഴ്സ് കംപ്ലീഷനിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ നഷ്ടമാവുന്നുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ഉറപ്പുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന ഹൗസ് ബിൽഡിങ്ങിന്റെ വൊക്കേഷണൽ നഴ്സിംഗ് പ്രോഗ്രാം. അതപ്പോ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമാണോ ഈ ഹൗസ് ബിൽഡിങ്ങിന്റെ കോഴ്സ്? അല്ലല്ല, ഹൗസ് ബിൽഡിങ്ങിന്റെ ഞാൻ എല്ലാ 64 സ്ട്രീമുകളിലുണ്ട്. എല്ലാ സ്ട്രീമുകളിലും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ അറിയാം സ്റ്റൈപ്പൻഡ് എന്നുള്ള സംഭവം ഉണ്ട്. ആ സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ട എംപ്ലോയർ ഉണ്ടാവണം. ആ എംപ്ലോയർക്ക് കൂടുതൽ റിക്വയർ ചെയ്ത് നഴ്സിംഗ് ആയിട്ടുള്ള നഴ്സിംഗിന് എപ്പോഴും നമുക്ക് നഴ്സിംഗിന്റെ B2 ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇന്റർവ്യൂ അറേഞ്ച് തുറക്കാൻ പറ്റും. മറ്റുള്ള കുട്ടികൾ B2 കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന കുട്ടികൾ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഓട്ടോമേഷന്റെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അടുത്ത എംപ്ലോയി ചിലപ്പോൾ ഒരു 6 മാസം 1 വർഷം കണ്ട് വരുന്നുണ്ടായിരിക്കുക. അത്രയും കാലം കുട്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കാണ്ട് 1 വർഷം സമയം നേഴ്സ് B2 ലെവലിൽ പഠിക്കാനായിട്ട് 1 വർഷം സ്പെൻഡ് ചെയ്തു. അത് പഠിച്ചതിന് ശേഷവും ഒരു ഓഫർ ലെറ്റർ ജർമ്മനിയിൽ നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരത് വെറുതെ വെയിറ്റ് ചെയ്യുന്ന പോലെ ആയില്ലേ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ നഴ്സിംഗിന്റെ പ്രോഗ്രാം മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളതിന്റെ അർത്ഥം ഇങ്ങനത്തെ ഒരു കോഴ്സ് അവിടെ അവൈലബിൾ അല്ല എന്നുള്ളതല്ല. അവിടെയും ധാരാളം ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് നമ്മൾ ആക്ച്വലി എടുക്കും, നമ്മൾ നഴ്സിംഗിന്റെ പ്രോഗ്രാം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോള് പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികളെ നോക്കാനായിട്ട് പോകും. എന്തോ ഓപ്പയർന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. എന്താണ് ശരിക്കും ഓപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓപ്പയർ എന്നുള്ളത് ബേസിക്കലി ഒരു ബേബി സിറ്റിംഗ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ജർമ്മനിക്ക് പോവാം. ജർമ്മനിക്ക് പോയിട്ട് അവിടെയുള്ള വീടുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടുത്തെ കുട്ടികളെ ബേബി സിറ്റിങ്ങിനായിട്ട് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഒരു ദിവസം 6 മണിക്കൂറാണ് അവർക്ക് ഈ പറഞ്ഞ കുട്ടികളെ നോക്കേണ്ടതായിട്ട് വരുന്നത്. ജർമ്മനിയിലത്തെ വീടുകളിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ ജർമ്മനിയിൽ ഏകദേശം 6 മണിക്കൂറൊക്കെയാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് വരുമ്പോൾ ഹസ്ബൻഡും വൈഫും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോയ സമയത്ത് കുട്ടികളെ നോക്കാന്നുള്ളതായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കാം. ആ സമയത്ത് നോക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതേ വീട്ടിൽ തന്നെ ഒരു സെപ്പറേറ്റ് ബെഡ്റൂം നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് കോമൺ കിച്ചൺ ആണ്. ഈ അവരുടെ ഹൗസ് ഹോൾഡിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു ആ ഭക്ഷണം അവരുടെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. സോ നമ്മുടെ നാട്ടിൽ പോലത്തെ ഒരു വേലക്കാരി എന്നുള്ള കോൺസെപ്റ്റ് പല കുട്ടികളും പറയാറുണ്ടെങ്കിൽ തന്നെ പലരും കൺസേൺ ഉദ്ധരിക്കുന്നത് അങ്ങനെയല്ല. അത് ബേസിക്കലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. മാത്രമല്ല നമുക്കിത് അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു 6 മാസത്തേക്കൊക്കെയാണ് ഇതിന്റെ നമുക്ക് വിസകൾ കിട്ടുന്നത്. നമുക്കത് വേണമെങ്കിൽ എക്സ്റ്റൻഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളുമാണ്. നമുക്ക് അവിടെയുള്ള സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ആ ഒരു സ്റ്റൈപ്പൻഡ് നമുക്ക് തരും. ഈ പറഞ്ഞ ഹൗസ് ഹോൾഡിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എംപ്ലോയർ നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് നമുക്ക് പൈസയും തരും. നമ്മൾ 24 മണിക്കൂർ വീട്ടിലിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. 6 മണിക്കൂർ കൊച്ചു നോക്കി കഴിഞ്ഞാൽ യു ആർ ഫ്രീ, യു ക്യാൻ ഗോ ഔട്ട് എനിവേർ. നിങ്ങളുടെ സമയങ്ങളെ കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ കഴിഞ്ഞാൽ ഇതേ വീട്ടിൽ തന്നെ വരാം, ഇവിടെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് B2 ലെവൽ എത്താൻ പറ്റുന്ന കുട്ടികൾക്ക് ഇതിൽ പോകാറുള്ള സാധാരണ നിലയ്ക്ക് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ട്രൈ ചെയ്തു. നമുക്ക് B1 വരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ A2 ജസ്റ്റ് ക്ലിയർ ചെയ്തു. പക്ഷെ നമ്മൾ B2ലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാവുന്നു. അങ്ങനെ വരുന്ന കുട്ടികളാണ് സാധാരണയിലേക്ക് ഈ പറഞ്ഞ ഔപെയറിന്റെ ഒരു കോഴ്സിന് ചൂസ് ചെയ്യാറുള്ളത്. വലിയൊരു ഇൻകം ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമുക്കൊരു പറഞ്ഞ പോലെ ഒരു 300-350 യൂറോസ് ഒക്കെ കിട്ടുള്ളൂ. അത് നമ്മൾ 40,000-45,000 രൂപ വരെ താഴെയുള്ള എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. A2 ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് കയറി പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പൊതുവെ ഞാൻ ഈ കോഴ്സ് പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ വേറൊരു വീട്ടിലാണല്ലോ പോയിട്ട് നിൽക്കുന്നത്. ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല.
അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ന്യൂസുകളൊക്കെ അത്ര പോസിറ്റീവ് അല്ലാത്ത ന്യൂസുകളെ പറ്റി കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. സേഫ് അല്ല എന്നാണോ അതായത് എല്ലാ വീടുകളും അല്ല പറയുന്നത്, ചില വീടുകളിൽ ചിലപ്പോൾ ഒരു സേഫ്റ്റി പ്രശ്നം വന്നേക്കാം. എനിക്ക് അങ്ങനത്തെ കുറച്ച് ന്യൂസുകൾ കിട്ടി, പക്ഷെ അത് വെരിഫൈ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു കോഴ്സ് ഞാൻ അതിനധികം പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇത് ഒരു ഓപ്ഷൻ എന്നല്ലെങ്കിൽ ഇതൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് ഗേൾസിനും ബോയ്സിനും ഇല്ല, ഇത് ഗേൾസ് ഓൺലി ആണ്. ഗേൾസ് ഓൺലി. അതെ അതെ അതെ. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കാർഡ്, അതായത് ബേസിക്കലി ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ മീനിങ് തന്നെയാണത്. അതായത് നിങ്ങൾക്ക് ജർമ്മനി പോയിട്ട് ജോലി അന്വേഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് തരുന്ന ഒരു വിസ. അത്രയാണ് ഈ പറഞ്ഞ പോലെ ചാൻസൺ കാർട്ട എന്ന് പറയുന്ന ഒരു വിസയാണ് വരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകുന്നു. ഒരു മിനിമം ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജർമ്മനിക്ക് പോകാം. ജർമ്മനി പോയിട്ട് അവർക്ക് ജോലി അന്വേഷിക്കാം. ഒരു 30-35 അതിന് താഴെ ആയിരിക്കണം. നമ്മളൊരു വല്ലാണ്ട് 40-45 ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓപ്ഷൻ കിട്ടിയെന്ന് വരില്ല. ഒരു 30 വയസ്സാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഒരു 35 വയസ്സൊക്കെ എക്സ്ട്രീം കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇന്ത്യയിൽ. അവർക്ക് ലാംഗ്വേജ് റെസ്ട്രിക്ഷൻസ് നിർബന്ധമില്ല. അവർക്ക് A1 അല്ലെങ്കിൽ A2 പോലും വേണമെന്നില്ല. IELTS മാൻഡേറ്ററി അല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയും അറിയില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സും ഇല്ല, റിലേറ്റീവ്സും ഇല്ല, ആരും ഇല്ല. നിങ്ങൾ ജർമ്മനി പോയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എങ്ങനെ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ പിടിക്കാന്നുള്ള ചാലഞ്ചും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മിനിമം ഒരു IELTSന്റെ സ്കോറോ ഒരു ബേസിക് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആണ്. ഇതും ഒരു സർവീസ് എന്നുള്ള പോലെ കണ്ടാൽ മതി. ഒരു ജോലി അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർക്ക് ദുബായിലേക്ക് വിസിറ്റ് വിസയിൽ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിക്കേണ്ട കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ ജോലി വിസയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളില്ല. നമുക്ക് ജർമ്മനിക്ക് പോകുന്നു. നമുക്ക് അത്യാവശ്യം കഴിവുള്ള ആളുകളാണ്, നമുക്ക് അത്യാവശ്യം നെറ്റ്വർക്കിംഗ് ജർമ്മനിയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 1 year ആണ് ഇതിന്റെ ഒരു. അതെ, ഒരു വർഷത്തെയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ബേസിക്കലി നമ്മളുടെ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ജർമ്മൻ ബാങ്കിൽ നമ്മളൊരു 12 ലക്ഷം രൂപയോളം നമ്മൾ കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അത് ജർമ്മനിക്ക് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ബാധകമാണ്. നമുക്ക് മിനിമം ജർമ്മനി പറയുന്ന ഏകദേശം 1000 യൂറോനടുത്ത്, അതായത് 1 ലക്ഷത്തിനടുത്ത് നമുക്ക് ജർമ്മനിയിൽ ചെലവ് ഉണ്ടായിരിക്കും. മിനിമം അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഒരു മാസം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ജർമ്മനി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 12 ലക്ഷത്തോളം ഇന്ത്യൻ റുപ്പീസ് ഇപ്പത്തെ നിലയ്ക്ക് നമ്മൾ ജർമ്മനിയിലത്തെ ബാങ്കിൽ കെട്ടിവെക്കണം. എല്ലാ മാസവും വിത്ഡ്രോ ചെയ്യാവുന്ന പൈസ തന്നെയാണ്. ആ പൈസ കെട്ടിവെക്കണം. അത് നമ്മളൊരു 12 ലക്ഷം വരെ 6 ലക്ഷം കെട്ടിവെക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കണ്ട് വിസ കിട്ടും നമുക്ക്. പക്ഷെ അത് 6 മാസത്തേക്ക് ആയിട്ട് കിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 6 മാസത്തേക്ക് പോയാൽ മതി. അതിനുള്ള ജോലി കണ്ടുപിടിക്കുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് വെറും 6 ലക്ഷം ചെലവാക്കല്ല, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ പോകാവുന്നതാണ്. ഈ പൈസ വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. നോർമൽ കേസിൽ നമ്മൾ ഒരു വർഷത്തെ ചാൻസൺ കാർട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ വിസയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം. അപ്പം ഈ പറഞ്ഞ പോലെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്കും അവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇന്ത്യൻ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള 30 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാനുള്ള സുവർണാവസരമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഹൗസ് ബിൽഡിംഗ് ഒക്കെ പോകുമ്പോഴും ഈ പറയുന്ന ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ മണി 12 ലക്ഷം നമ്മൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? യെസ്, കെട്ടിവെക്കേണ്ടതുണ്ട്. ഈ 12 ലക്ഷം എന്നുള്ളതല്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏകദേശം ഒരു 1000 യൂറോളാണ് ഒരു മാസം ഒരു വ്യക്തിക്ക് ചെലവ് വരിക എന്നുള്ളതാണ് ജർമ്മൻ ഗവൺമെന്റിന്റെ കാൽക്കുലേഷൻ. അപ്പം നമുക്കൊരു മാസം 1000 രൂപ 1000 യൂറോ നമുക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ കെട്ടിവെക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓപ്പയറിന്റെ കേസിൽ അവർക്ക് സാലറി കിട്ടുന്നുണ്ട്. അവർക്ക് ഏകദേശം ഒരു 400 യൂറോ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് 400 യൂറോ കഴിച്ച് ബാക്കിയുള്ള 1000 എന്ന് പറയുമ്പോൾ 600 രൂപയാണ് കുറവുള്ളത്. ഈ 600 രൂപയ്ക്ക് ഉള്ള 12 മാസത്തെ നമ്മൾ ഡെപ്പോസിറ്റ് കാണിക്കണം. അപ്പോൾ ഒരു പക്ഷേ 600 × 12 എന്ന് പറയുമ്പോൾ ഒരു 7000 യൂറോസ്, 7 ലക്ഷം രൂപ നമ്മൾ കെട്ടിവെച്ചാൽ നമുക്ക് ഓപ്പയറിന് പോകാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞ ഹൗസ് ബിൽഡിങ്ങിന്റെ കേസിൽ, ഹൗസ് ബിൽഡിങ്ങിന് ഇപ്പം എല്ലായിടത്തും ഏകദേശം അവർക്ക് സ്റ്റൈപ്പൻഡ് 1000-ന് മേളിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ബേസിക്കലി ഈ പൈസ ഒന്നും കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങളുടെ വരുന്ന ഓഫർ ലെറ്റർ ഒരു പക്ഷെ 1000-ന് താഴെയാണെന്ന് കരുതാം, ഒരു 800 യൂറോന്റെ ഓഫർ ലെറ്റർ ആണ് വരുന്നതെങ്കിൽ 200 രൂപയിൽ ഷോർട്ട് ഉണ്ട്. ആ 200 × 12 ഒരു 2400 യൂറോസ്, അത് 2-2.5 ലക്ഷം രൂപ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് കെട്ടിവെക്കേണ്ടതായിട്ട് വരും. അവരുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 1000 യൂറോ പെർ മന്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ പൈസ കെട്ടിവെക്കേണ്ട കാര്യങ്ങളില്ല. 1000 യൂറോ വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ കെട്ടിവെക്കണം. ഇല്ലെങ്കിൽ എത്രയാണ് ഷോർട്ട് ഉള്ളത് ആ പൈസ കെട്ടിവെക്കണം എന്നുള്ളത് മാത്രമേ അതിൽ നിന്ന് ബന്ധമുള്ളൂ. നമ്മൾ നേരത്തെ സാർ ചോദിച്ചു, ഈ ഹൗസ് ബിൽഡിങ്ങിന് കുട്ടികൾ പോകുന്നു, +2 കഴിഞ്ഞ് B2 ലെവൽ ലാംഗ്വേജ് എടുത്ത് അവര് പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് B2 ലെവൽ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പം, ഈ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കാൻ പോകുമ്പം
അതൊരു നല്ല കോഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നു, വരുമാനമുണ്ട്. പക്ഷെ ഇവൻച്വലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു പക്ഷേ ANM പോലത്തെ കോഴ്സുകൾ, GNM പോലത്തെ കോഴ്സുകളൊക്കെയാണ്. അതൊരു BSc കോഴ്സ് അല്ല. ഇൻ കേസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗ്രാജുവേഷൻ ആയിട്ടുള്ള BSc നഴ്സിംഗ് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ B2 ലെവല് ലാംഗ്വേജ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ നമ്മളുടെ നാട്ടിൽ വെച്ചിട്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ വെച്ചെങ്കിൽ 12th കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിന് പോവാം. ഫൗണ്ടേഷൻ കോഴ്സിന് പോണ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ജർമ്മൻ ലാംഗ്വേജ് കുറച്ച് വേണ്ടി വരും. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അവിടെ നമ്മൾ പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജിലുള്ള മെഡിക്കലാണ് പഠിക്കുന്നത്. അത് നമുക്ക് എത്രമാത്രം ജർമ്മൻ ലാംഗ്വേജ് കൂടുതൽ B1 അല്ലെങ്കിൽ ഈവൻ B2 വരെ ഉണ്ടെങ്കിൽ തന്നെ നോട്ട് എ ബാഡ് തിങ്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിൽ പോയി പഠിക്കുമ്പോൾ ഈ ഒരു 7 ലക്ഷം രൂപ കൊണ്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇയർ കഴിയുകയും ചെയ്യുന്നു. നിങ്ങൾ അവിടുത്തെ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലിന്റെ എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കാം. അതിൽ ഏറ്റവും വലിയ പ്രൊഫഷൻ പക്ഷേ ഡോക്ടർ പോലത്തെ പ്രൊഫഷൻസ് ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൊഫഷൻ നഴ്സിംഗ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് BSc നഴ്സിംഗ് തന്നെ ജർമ്മനിൽ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസും കൂടിയുണ്ട്. സോ അങ്ങനത്തെ ഒരു നല്ലൊരു അവസരം കൂടി +2 കഴിഞ്ഞ് നേരിട്ട് പോകാൻ ഉദ്ദേശിച്ച കുട്ടികളുടെ മുമ്പിൽ ഉണ്ട്. ഇത് ജർമ്മൻ ടോട്ടൽ മാത്രമേ നഴ്സിംഗ് വിദ്യാഭ്യാസം നടക്കുകയുള്ളൂ. ഞാൻ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ. +2 കഴിഞ്ഞിട്ട് നേരിട്ടിട്ട് ജർമ്മനിക്ക് പഠിക്കാൻ പോകാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 13 ഇയർ എഡ്യൂക്കേഷൻ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കണം. ഇനി ഇതൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് സ്ട്രേറ്റ് അവേ +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷ് ടോട്ടല് പബ്ലിക് യൂണിവേഴ്സിറ്റി ജർമ്മനിൽ പഠിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓൺലി ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് സ്ട്രീംസിലേക്ക് മാത്രമേ ഇതിന് അവൈലബിലിറ്റി ഉള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞ വേറെ സ്ട്രീമിലേക്ക് പോകാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നേരിട്ടിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഈ പറയുന്ന 3.5 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് ടോട്ടലിൽ അവർക്ക് നേടാൻ പറ്റും. ഇതിനായിട്ട് അവർ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു എക്സാം ഇന്ത്യയിൽ ക്ലിയർ ചെയ്യണം. ഇന്ത്യയിൽ ഏതാനുള്ള എക്സാം ആണ് അത്. ടെസ്റ്റാസ് എന്നുള്ളൊരു എക്സാം ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് ബാംഗ്ലൂര് ആണ് അതിന്റെ സെന്റർ ഉണ്ടായിരിക്കുക. അവിടെ പോയിട്ട് തന്നെ എഴുതണം. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം വരുന്ന ഒരു എക്സാം ആണ്. ഫുൾ ഡേ ഉണ്ടായിരിക്കും എക്സാം. ആ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അറ്റ് ദി മൊമെന്റിൽ അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതിന്റെ പെർസെന്റേജുകളൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല. ആ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ JEE-യുടെ മെയിൻ എക്സാമിന് ഈക്വലന്റ് ആയിട്ടുള്ളതാണ്. സോ ഇൻ കേസ് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് JEE-യുടെ എക്സാമുകൾ, അതായത് ജനുവരിയിൽ നടക്കുന്നതും അതുപോലെ തന്നെ ഏപ്രിൽ നടക്കുന്ന 2 എക്സാമുകളും ക്ലിയർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് പിന്നെ വേറെ എക്സാം എഴുതേണ്ട കാര്യങ്ങളില്ല. ഇൻ കേസ് അത് എഴുതാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റാസിന്റെ ഒരു എക്സാം എഴുതാം. ടെസ്റ്റാസിന്റെ എക്സാമും വർഷത്തിൽ 3 തവണയാണ് നടക്കുന്നുണ്ടായിരിക്കുക. ഏപ്രിൽ നടക്കുന്നുണ്ട്, ജൂണിൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒക്ടോബറിൽ നടക്കുന്നുണ്ട്. ഈ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിക്കുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കില്ല. ആ യൂണിവേഴ്സിറ്റി ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു നാട്ടിലത്തെ 2 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൈസ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട്. ഈ ടെക്സാസ് എക്സാം ആരെ കണ്ടക്ട് ചെയ്യുന്നത്? ജർമ്മൻ കോൺസുലേറ്റ്. ജർമ്മൻ കോൺസുലേറ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ജർമ്മൻ ഗവൺമെന്റ് ബാംഗ്ലൂർ സെന്റർ ഉണ്ട്. ബാംഗ്ലൂർ സെന്റർ ഉണ്ട്. ഇന്ത്യയിൽ കുറെ സെന്ററുകൾ ഉണ്ട്. നമുക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളത് ബാംഗ്ലൂരാണ്. ഡൽഹിയിൽ കേരളത്തിൽ സെന്റർ ഇല്ല. കേരളത്തിൽ സെന്റേഴ്സ് ഇല്ല. ബാംഗ്ലൂരാണ് കേരളത്തിന് അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് ബാംഗ്ലൂർ കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്ഥലത്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ധാരാളം. ഇന്ത്യയിൽ ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ ഇതിന്റെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. എക്സാമിന് ചെറിയൊരു ഫീസ് ഉണ്ട്. എനിക്കൊരു 150 യൂറോ ആണെന്ന് തോന്നുന്നു. ഏകദേശം 10-15,000 രൂപ എക്സാമിന്റെ ഫീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കോച്ചിങ്ങും നിങ്ങൾക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ തന്നെ ഒരു ഇതിന്റെ ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കോച്ചിങ്ങുകളാണ്. ആപ്റ്റിറ്റ്യൂഡ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ, കോച്ചിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് അഡീഷണൽ ആയിട്ട് വേറെ പൈസകളൊന്നും തരേണ്ട കാര്യങ്ങളില്ല.